റോഡ് അവസാനിക്കുന്നിടത്ത് നിന്ന് കേവലം 100 മീറ്റർ മാത്രമാണ് സുലൈമാന്റെ വീട്ടിലേക്കുള്ള അകലം. പക്ഷേ ഈ പാത കടന്നു പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം എത്രയോ തവണയാണ് അദ്ദേഹം ഈ പടവുകൾ കയറിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു വഴി ലഭ്യമായാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. നമുക്കൊപ്പം സുലൈമാൻ ചേരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 30 വർഷമായി ഇവിടെയാണല്ലേ താമസം? പിന്നെ 30 വർഷമായി ഇവിടെ താമസമായിട്ട് ഇങ്ങനെയാണ് കഷ്ടപ്പെട്ട് റോഡ് മേലേക്ക് പോകണവും വരുന്നു ഒക്കെ എല്ലാ ദിവസവും 2-3 പ്രാവശ്യം കൊണ്ട് കയറും ഇറങ്ങും. പിന്നെ ഇപ്പോൾ 2 പ്രാവശ്യം ആക്കി രണ്ടും കയറാനും ഇറങ്ങാനൊന്നും ആവില്ല. ശരീരം പ്രായം കൂടുകയാണല്ലോ, പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരം ക്ഷീണിക്കുക. അപ്പോൾ അതുകൊണ്ട് തീരെ നടക്കാനും കഴിയില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണിപ്പോൾ. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മയില്ല. അങ്ങനെ ഒരു റോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വീട്ടിലെത്തി കിട്ടും. അതാണ് ഇപ്പോൾ പ്രതീക്ഷ. ഈ പടവുകൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ വലിയ വേദനയുണ്ട്. പിന്നെ ഷോൾഡർ വേദനാവും, കാല് വേദനാവും. ഇത് 5-6 വർഷമായി ഇപ്പം ഇങ്ങനെ തന്നെ നിരങ്ങൽ തുടങ്ങിയിട്ട്. മറ്റ് കൈ കുത്തി ഇങ്ങനെ നടക്കലായിരുന്നു. ചെരുപ്പ് കഴിച്ചിട്ട് ഇപ്പം ചെരുപ്പിടാനും കഴിയൂല. ചെരുപ്പിടുമ്പോൾ കഴിക്കൊക്കെ ക്ഷീണാണ്. അപ്പം അങ്ങനത്തെ ഇതിലാണ് ഇപ്പോൾ പെട്ടത്. ഈ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നിടത്ത് വീടുണ്ട്, പക്ഷെ അങ്ങോട്ടൊരു വഴിയില്ല. നോക്കിയാൽ കാണുന്നിടത്താണ് വീടുള്ളത്, അങ്ങോട്ട് വഴിയില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്ത് അംഗങ്ങൾ അതുപോലെ വാർഡ് മെമ്പർ അവരോടൊക്കെ സംസാരിച്ചല്ലോ അല്ലേ? എല്ലാവരോടും സംസാരിച്ച് വാർഡ് മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും മെമ്പറോടും മറ്റുള്ള ആൾക്കാരോടും ഒക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാവരും നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് ഓർമ്മയില്ല. ഇപ്പോൾ 4 വർഷമായില്ലേ ഈ മുച്ചക്ര വണ്ടി കിട്ടിയിട്ട്? 4 വർഷമായി മുച്ചക്ര വണ്ടി കിട്ടിയിട്ട് അതിന്റെ മുകളിലാണിപ്പോൾ യാത്രയൊക്കെ ചെയ്യല്. മറ്റേ ബസ്സിൽ കയറിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാലത്ത്. ഇപ്പം ബസ്സിലൊന്നും കയറാൻ കഴിയൂല. ബസ്സിൽ കയറിയാൽ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്, സീറ്റിലിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ആരെയും പിടിച്ച് താങ്ങിത്തരണം. അതുകൊണ്ട് ബസ് കയറില്ല. ഇപ്പം മറ്റുള്ളി അങ്ങാടി കുത്തിവയ്ക്കൂ, കൊട ചെരുപ്പ് എന്തോ ആരോ കൊണ്ട് തരും, അത് തുന്നി കുത്തിവയ്ക്കൂ. വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ പോരുകയും ചെയ്യും. പിന്നെ മക്കൾ 2 ആളുണ്ട്. 2 ആൾ കല്യാണം കഴിച്ചാണ്. മോന് ഇവിടെ ഒരു പണിക്ക് പോരാ, ഒരു സോപ്പും കമ്പനിയിൽ ഡ്രൈവറായിട്ട് പോവുകയാണ്. വലിയ അതൊന്നും കിട്ടൂല. ഇവിടെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്നല്ലാണ്ട് വേറെ വരുമാനങ്ങൾ കാര്യമൊന്നുമില്ല. ഭാര്യയും 2 മക്കളും വീട്ടിലുള്ള? ഭാര്യയും 2 മക്കളും, ഞാനും ഭാര്യയും 2 കുട്ടികളും ആണുള്ളത്. പിന്നെ മക്കൾക്ക് ഈ 2 മക്കളുണ്ട്. മോളെ കല്യാണം കഴിച്ചാണ്, മോക്കലുണ്ട് 2 കുട്ടിയുണ്ട്. മോന് കല്യാണം കഴിച്ചാണ്, മോന് 2 കുട്ടിയുണ്ട്. മോന് എന്താ കിട്ടുന്നത് ഞങ്ങൾ കുറേ കൊണ്ടുവരും. വൈകുന്നേരമാകുമ്പോൾ കിട്ടിയാൽ കൊണ്ടുവന്ന് ഞങ്ങൾ ആരും അടിച്ച് തിന്ന് വെച്ച് ഉണ്ടാക്കി തിന്ന് തെളിച്ച് പിന്നെയും പോകണം. അങ്ങനത്തെ അവസ്ഥയിലാണ്. പിരിവില്ല, മുതലില്ല, ഒന്നുമില്ല. ഒരു വീടുണ്ട് ഭാഗത്തിൽ, വഴിയില്ലാത്തൊരു വീടുകളിൽ, അല്ലാണ്ട് വേറൊരു വഴിയും ഞങ്ങൾക്കില്ല. ഇതാണ് സുലൈമാന്റെ അവസ്ഥ. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് വിവരിക്കുന്നത്. അദ്ദേഹത്തിനൊരു റോഡ് ഉണ്ടായാൽ വീട്ടിലേക്ക് വളരെ വേഗത്തിൽ പോകാനും പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ കഴിയും. അതിന് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.